കുംഭസാര ജപത്തിലെ എന്തിനാണ് നാം വിശുദ്ധ മിഖായേലിനോട് പറയുന്നത്? പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോട് എന്തുകൊണ്ടാണ് നാം പാപം ഏറ്റുപറയേണ്ടത്? പാപം ഏറ്റുപറയേണ്ടതുണ്ടോ? നാം ദൈവത്തോട് പറഞ്ഞു, ദൈവമാണ് പാപം മോചിപ്പിക്കേണ്ടത്. പരിശുദ്ധ കന്യകയോട് പറഞ്ഞു, അതായത് മാതാവിനോട് നാം പറഞ്ഞു, അത് റെക്കമെൻഡേഷന് വേണ്ടിയിട്ടാണ്, അല്ലേ? പാപം മോചിപ്പിക്കാൻ കഴിവ് മാതാവിനില്ല. ഇനി അടുത്തത് നാം പറയുന്നത് വിശുദ്ധ മിഖായേലിനോടാണ്. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 30ഓളം വിഷയങ്ങളുമായി മാനുവൽ ടീച്ചേഴ്സ് ചാനൽ. നാം വിശുദ്ധ മിഖായേലിനോടൊപ്പമാണ്. കുംഭസാര ജപത്തിൽ വിശുദ്ധ മിഖായേലിനോടും, അല്ലെ, പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലിനോടും എന്ന് പറയുമ്പോൾ വിശുദ്ധ മിഖായേലിന് പാപമോചനം നൽകാനോ ചോദിക്കാനോ അല്ലെങ്കിൽ പാപങ്ങൾ ക്ഷമിക്കാനോ ഉള്ള കഴിവില്ല. കഴിവ് ദൈവം നൽകിയിട്ടുമില്ല. മിഖായേലിന്റെ പേര് ഉൾപ്പെടുന്നത് അദ്ദേഹത്തെ സാക്ഷിയായും മധ്യസ്ഥ പ്രാർത്ഥകനായും അഭിസംബോധന ചെയ്യുന്നതിനാണ്. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മളുടെയും ദൈവത്തിൻ്റെയും മധ്യസ്ഥനാവാൻ വേണ്ടിയിട്ടാണ് മിഖായേലിനെ അതിൽ ഉൾപ്പെടുത്തുന്നത്. നാം മിഖായേലിനെ പല വീടുകളുടെയും മുമ്പിൽ നമ്മൾ കാണാറുണ്ട്, അല്ലേ? അദ്ദേഹത്തിന്റെ ഫോട്ടോ ഒരു വാളും പിടിച്ചുകൊണ്ട്. ഈ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സിനിമ ഞാൻ കണ്ടു, മിഖായേൽ എന്നുള്ള. ആ മിഖായേൽ എന്ന് പറയുന്നത് നിവിൻ പോളിയാണ്. നിവിൻ പോളി തിന്മയ്ക്കെതിരെ നന്മയ്ക്ക് വേണ്ടി പൊരുതാനായിട്ട് വാളുമായി വരികയാണ്, അല്ലേ? അപ്പോൾ നാം മിഖായേലിനെ തിന്മയ്ക്കെതിരായ പോരാട്ടത്തിന്റെ പ്രതീകമായിട്ടാണ് നാം കാണുന്നത്. മിഖായേൽ ദൈവത്തിന്റെ സേനാനായകനും തിന്മയുടെ ശക്തികൾക്കെതിരെ പോരാടിയ ദൂതനായും ക്രൈസ്തവ പാരമ്പര്യത്തിൽ നാം അറിയപ്പെടുന്നു. ആകെ എത്ര മാലാഖമാരുണ്ട്? 7 മാലാഖമാരുണ്ട്, അല്ലേ? അതെവിടെ നിന്ന് കിട്ടി? ആ അറിവ് കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ചോളം ബൈബിളിൽ നിന്നല്ല. അത് ഒരു അപ്രമാണിക ഗ്രന്ഥത്തിൽ നിന്നാണ് അത് നമുക്ക് ലഭിച്ചത്. അത് ഏത് ഗ്രന്ഥമാണെന്ന്? ഹെനോക്കിന്റെ പുസ്തകത്തിൽ നിന്നാണ് ഈ 7 മാലാഖമാരെ കിട്ടിയത്. 9ഉം 10ഉം സ്വർഗം വരുന്നത്. ഹെനോക്കിന്റെ പുസ്തകം ഞാൻ വായിച്ചു. അതിൽ നിന്നാണ് ഈ 7 മാലാഖമാരുടെ കാര്യം നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതിൽ പ്രധാന മാലാഖയായ വിശുദ്ധ മിഖായേലാണ്. പാപത്തിനെതിരായ ആത്മീയ സമരത്തിൽ നമ്മെ സഹായിക്കുന്നതാണ് മാലാഖ. കുംഭസാരം കഴിഞ്ഞാലും വീണ്ടും പാപത്തിൽ വീഴാതിരിക്കാൻ ദൈവകൃപ നമുക്ക് ആവശ്യമാണ്. ആയതിനാൽ ആത്മീയ പോരാട്ടത്തിൽ സഹായത്തിനായി മിഖായേലിന്റെ മധ്യസ്ഥം സഭ അഭ്യർത്ഥിക്കുന്നു. സ്വർഗീയ സഭയുടെ സാന്നിധ്യമാണ് മിഖായേൽ നമുക്ക് കിട്ടുന്നത്. കുംഭസാര ജപത്തിൽ മറിയം, മിഖായേൽ, സ്നാപയോഹന്നാൻ, പത്രോസ്, പൗലോസ്, എല്ലാ വിശുദ്ധർ എന്നിവരെ പരാമർശിക്കുന്നത് ഭൂമിയിലെ സഭയും സ്വർഗത്തിലെ സഭയും ഒരുമിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നു എന്ന വിശ്വാസത്തിന്റെ പ്രകടനമാണ്. ഇനി നാം പോകുന്നത് വിശുദ്ധ സ്നാപയോഹന്നാനിലേക്കാണ്. അവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ നിങ്ങളിൽ നിറഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അതിർപ്പൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് തോന്നിയാൽ മറ്റുള്ളവർക്കും കൂടെ ലഭിക്കുവാൻ ഷെയർ ചെയ്യാൻ മറക്കില്ലല്ലോ. ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കുവാനായി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ.